നിങ്ങൾക്ക് ജീവിതമൊട്ടാകെ സമ്പന്നനും സന്തോഷവാനുമായിരിക്കണമെന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ പാഠം മനസ്സിലാക്കണം. നിങ്ങളുടെ ജോലിയേക്കാൾ കൂടുതൽ നിങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ പഠിക്കുക. എന്റെ അനുഭവത്തിൽ ഞാൻ കണ്ടെത്തിയതെന്തെന്നാൽ, ആളിന്റെ വരുമാനം അവന്റെ വ്യക്തിത്വ വികസനത്തേക്കാൾ ഒരിക്കലും വലുതല്ല. കുറച്ചു സമയങ്ങളിൽ ഭാഗ്യം കൊണ്ട് വരുമാനം വളരും. പക്ഷേ നിങ്ങൾ വളരാതെ പോയാൽ ആ വരുമാനം പിന്നെയും നിങ്ങളുടെ നിലവാരത്തിലേക്കാണ് തിരിച്ചുവരിക. ജീവിതം വിചിത്രമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് ഒരാൾ 1 കോടി രൂപ തന്നാൽ അത് നിലനിർത്തണമെങ്കിൽ ആദ്യം നിങ്ങൾ ഒരു കോടീശ്വര മനസ്സിന് ഉടമയാകണം. അല്ലെങ്കിൽ ആ പണം ചെറുതായി ഉരുകി മറഞ്ഞുപോകും. ഒരാൾ പറഞ്ഞതുപോലെ, ലോകത്തിലെ മുഴുവൻ പണം എല്ലാവർക്കും തുല്യമായി പങ്കിട്ടാൽ അത് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും പഴയ പോക്കറ്റ്സിലേക്ക് മടങ്ങിപ്പോകും. വിജയമെന്നത് പിന്തുടരാനുള്ള ഒന്നല്ല, ആകർഷിക്കേണ്ടതായ ഒന്നാണ്. അതിനാൽ അതിനെ പിന്തുടരുന്നതിന് പകരം നിങ്ങൾ സ്വയം വളരാൻ തുടങ്ങുക. കാരണം യഥാർത്ഥ സന്തോഷം നമുക്ക് കിട്ടുന്നതിലല്ല, നാം ആകുന്നതിലാണ്. ഇപ്പോൾ നിങ്ങൾ ആവേശത്തോടും ആത്മവിശ്വാസത്തോടും ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതം മാറ്റാനുള്ള 3 സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം, വ്യക്തിത്വം, ജീവിതശൈലി എല്ലാം മാറ്റിമറിക്കും. സ്റ്റെപ്പ് 1. കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ജീവിതം മാറ്റണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ്. കാരണം മാറ്റം തുടങ്ങുന്നത് ഒരാശയത്തിൽ നിന്നാണ്. ഒരു നല്ല ആശയം ഏതൊരു സാഹചര്യവും മാറ്റാൻ കഴിയും. അതായത് പ്രശ്നം പണമില്ലായ്മയല്ല, ആശയമില്ലായ്മയാണ്. അതുകൊണ്ട് ഒരിക്കൽ നിങ്ങൾക്ക് ആശയങ്ങൾ ലഭിച്ചാൽ നിങ്ങൾക്ക് എന്തും മാറ്റാൻ കഴിയും. ആശയങ്ങൾ എവിടെ നിന്ന് കിട്ടും? അതിനൊരു മാർഗമുണ്ട്. തുടർച്ചയായ പഠനം. പഠിക്കുക, അന്വേഷിക്കുക. നിങ്ങൾ വിജയിക്കണമെങ്കിൽ വിജയത്തെ പഠിക്കണം. സന്തോഷവാനാകണമെങ്കിൽ സന്തോഷത്തെ പഠിക്കണം. സമ്പന്നനാവണമെങ്കിൽ സമ്പത്തിനെ പഠിക്കണം. അത് ഭാഗ്യത്തിന് വിട്ടുകൊടുക്കരുത്, അതൊരു പഠന വിഷയമാക്കണം. പലരും ദിവസം മുഴുവൻ വിരലുകൾ മുറുക്കി എന്തെങ്കിലും നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ അത് മതിയാവില്ല. ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ ബോധപൂർവം ശ്രമിക്കണം. നിങ്ങളുടെ പഠനങ്ങൾ കുറിച്ചു വയ്ക്കുക. അത് എഴുതി വയ്ക്കൂ, പിന്നെ ആവർത്തിക്കൂ. റെപ്പറ്റിഷൻ. വീണ്ടും വായിക്കുക, വീണ്ടും ചിന്തിക്കുക, വീണ്ടും ഓർക്കുക. ഇങ്ങനെ ആവർത്തിച്ചാൽ ആ ആശയം നിങ്ങളുടെ മനസ്സിൽ വേരുറയ്ക്കും. പിന്നെ അത് വളർന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും വസ്ത്രധാരണത്തിലും വ്യക്തിത്വത്തിലും ജീവിതശൈലിയിലും പ്രതിഫലിക്കും. എങ്ങനെയാണ് ജീവിതത്തിലെ ഏതെങ്കിലും ദിശയോ മേഖലയോ മാറ്റാൻ കഴിയുക? എന്നാൽ ഇതാ അതിനുള്ള 3 വഴികൾ. വഴി 1: വായിക്കുക. ലോകമെമ്പാടുമുള്ള വിജയികളായ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാം നല്ല വായനക്കാരാണ്. അവരെ നയിക്കുന്നത് കൗതുകമാണ്. അവർക്കറിയണം കൂടുതൽ പഠിക്കണം. അവർ വായിക്കുന്നു തുടർച്ചയായി. അവർ സ്വയം പഠിതാക്കളാകുന്നു. സാധാരണ വിദ്യാഭ്യാസം നിങ്ങളെ സാധാരണ ഫലങ്ങളിലേക്ക് മാത്രമേ നയിക്കൂ. നിങ്ങൾ ആ ഫലങ്ങൾ പരിശോധിച്ചാൽ മതിയാകും. പക്ഷേ അതിനപ്പുറം പോകണമെങ്കിൽ നിങ്ങൾ സ്വയം വിദ്യാഭ്യാസം നേടണം. ഒരു മാർഗം നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പഠിക്കലാണ്. പക്ഷേ അതിനേക്കാൾ നല്ല മാർഗം മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക എന്നതാണ്. ഒരു നല്ല പുസ്തകം നിങ്ങളുടെ 5 വർഷം വരെ രക്ഷിക്കും. വിജയികളായ ആളുകളെ എഴുതിയ പുസ്തകങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അവയിൽ അവരെഴുതിയിട്ടുണ്ട് ഞാൻ എങ്ങനെ അത് നേടിയെന്ന്. അവരുടെ കഥകൾ, അവരുടെ രഹസ്യങ്ങൾ, അവരുടെ പാഠങ്ങൾ. നിങ്ങൾ രാത്രി മുഴുവൻ വായിക്കേണ്ടതില്ല. പക്ഷേ ഇതെഴുതി വയ്ക്കൂ. ദിവസം 30 മിനിറ്റ്. ദിവസത്തിൽ 30 മിനിറ്റ് നിങ്ങൾ എന്തെങ്കിലും വായിക്കണം. ഒന്ന് പോസിറ്റീവ്, ഒന്ന് പ്രചോദനാത്മകമായത്, ഒന്ന് നിങ്ങളെ വളർത്തുന്ന തരത്തിലുള്ളത്. ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഒരു നല്ല വായനക്കാരനാകും, മികച്ച ചിന്തകനാകും. വഴി 2: കേൾക്കുക. വിജയികളായ ആളുകളെ ചുറ്റിപ്പറ്റിയിരിക്കൂ, പിന്നെ കേൾക്കൂ. അവരുടെ വാക്കുകൾ, അവരുടെ ശൈലി, അവരുടെ ചിന്തകൾ. പരാജിതരായ ആളുകളിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അവരെ ഒഴിവാക്കരുത്. എന്താണവർ വായിക്കുന്നത്, എന്താണവർ വായിക്കാത്തത് എന്ന് പഠിക്കൂ. അവരുടെ പിഴവുകൾ, അവരുടെ സമീപനം എല്ലാം പഠിക്കൂ. പക്ഷേ വിജയികളായവരിൽ നിന്ന് കേൾക്കുമ്പോൾ ആഴത്തിൽ ശ്രദ്ധിക്കൂ. അവർ പറയുന്നതും പറയുന്ന രീതിയും പഠിക്കൂ. ഇതാ എനിക്ക് ലഭിച്ച ഏറ്റവും നല്ല ഉപദേശം. പാവപ്പെട്ടവർ സമ്പന്നരെ ഡിന്നറിന് ക്ഷണിച്ച് കേൾക്കണം. പക്ഷേ യാഥാർത്ഥ്യം അവരങ്ങനെ ചെയ്യാറില്ല. ഒരു പാവപ്പെട്ടവൻ പറയും, അവൻ സമ്പന്നനാണ്, അവൻ തന്നെയാണ് ബില്ലടയ്ക്കേണ്ടത്.
പക്ഷേ അതുകൊണ്ട് അവർ പിന്നിലായി നിൽക്കും. നല്ലൊരു മാർഗം, നിങ്ങളെക്കാൾ മുന്നിലുള്ള ആളെ കണ്ടെത്തുക, അവനെ ഡിന്നറിന് ക്ഷണിക്കുക. അവനോടൊപ്പം 2 മണിക്കൂർ ചിലവഴിച്ചാൽ അവൻ ഇടയ്ക്ക് പറയുന്ന ഒരു വാക്കുപോലും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. നിങ്ങളുടെ വരുമാനം ഇരട്ടിയാക്കാം, 3 മടങ്ങാക്കാം. വഴി 3, നിരീക്ഷിക്കുക. മറ്റൊരു മികച്ച മാർഗം നിരീക്ഷിക്കുക. വിജയികളായ ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കൂ. എങ്ങനെ അവർ സംസാരിക്കുന്നു, എങ്ങനെ അവർ പ്രതികരിക്കുന്നു, എല്ലാം നോക്കിക്കാണുക. ഇന്നു മുതൽ നിങ്ങളുടെ കണ്ണുകളും മനസ്സും തുറന്നു വയ്ക്കൂ. കാണാൻ 2 മാർഗങ്ങളുണ്ട്. ഒന്ന് കണ്ണുകൾ കൊണ്ട് കാണുക, മറ്റൊന്ന് മനസ്സുകൊണ്ട് കാണുക. കണ്ണുകൾ കൊണ്ട് നിങ്ങൾ വസ്തുക്കൾ കാണും, മനസ്സുകൊണ്ട് നിങ്ങൾ ഉത്തരം കാണും. കാണുക, മനസ്സിലാക്കുക, പഠിക്കുക. അതിൽ നിന്നൊരാശയം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാം. ഇപ്പോൾ നാം പഠിച്ചത് 1ാമത്തെ സ്റ്റെപ്പ്, കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി 2ാമത്തെ സ്റ്റെപ്പ്, പ്രവർത്തനം ആരംഭിക്കുക. ജീവിതത്തിൽ ആവേശം കൊള്ളേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അതെ, നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ സ്വയം ചെയ്യുക എന്ന കഴിവിലാണ്. നാളെ മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാകുമെന്ന് ചിന്തിച്ചാലോ? ഒരു ചെറിയ തീരുമാനം പോലും, ഒരു പ്രവൃത്തി പോലും നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മുഴുവൻ മാറ്റാൻ കഴിയും. അതുകൊണ്ട് അതത്ര തന്നെ ആവേശകരമാണ്. അച്ചടക്കം. ജീവിതം മാറ്റാനുള്ള കീ ഇതാണ്. ചെറിയ അച്ചടക്കങ്ങളിൽ തുടങ്ങുക. ചെറിയ വെല്ലുവിളികളിൽ ആവേശം കൊള്ളുക. അവ ചെയ്യുക, കാരണം അവയാണ് വലിയ വെല്ലുവിളികളിലേക്ക് വഴിയൊരുക്കുന്നത്. നിങ്ങൾക്ക് വലിയ വെല്ലുവിളികൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ചെറുതിനെ കൈകാര്യം ചെയ്യാത്ത പക്ഷം. നിങ്ങൾക്ക് ചെയ്യാനാവുന്ന കാര്യങ്ങളുടെ പട്ടിക തയ്യാറാക്കൂ. അവ നേരത്തെ തുടങ്ങൂ. അച്ചടക്കം പുലർത്തൂ. ഫലങ്ങൾക്കായി, നൈപുണ്യത്തിനായി, അഭ്യാസത്തിനായി. കാരണം ജീവിതം നിങ്ങൾക്ക് വലിയ വെല്ലുവിളികൾ നൽകുമ്പോൾ അവ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടാകും. പക്ഷേ ചെറിയ കാര്യങ്ങൾ അവഗണിച്ചാൽ വലിയവയെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. സ്വയം പ്രചോദനം. ജീവിതമാറ്റത്തിനാവശ്യമായ മറ്റൊരു ഘടകം സ്വയം പ്രചോദനം. ഇതുതന്നെയാണ് മുഖ്യവാക്ക്, സെൽഫ് മോട്ടിവേഷൻ. മറ്റൊരാൾ നിങ്ങളെ പ്രചോദിപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ ഇരിക്കരുത്. പണ്ടൊരാൾ പറഞ്ഞതുപോലെ, ആരെങ്കിലും വന്നെന്നെ ഉണർത്തിയാൽ നന്നായിരിക്കും, പക്ഷേ അവൻ വരാതിരുന്നാലോ? അതിനാൽ ജീവിതത്തിന് നല്ലൊരു പദ്ധതി വേണം. സ്വയം നിങ്ങളെ തന്നെ പ്രചോദിപ്പിക്കാൻ പഠിക്കുക. പഠനം പ്ലസ് പ്രവർത്തനം ഈക്വൽസ് സമ്പത്ത്. നിങ്ങൾ എന്തെങ്കിലും പുതിയതായി പഠിച്ചാൽ അത് അറിവിൽ ഒതുക്കരുത്. നിങ്ങളുടെ പഠനം വളർച്ചയിലേക്കും പ്രവൃത്തിയിലേക്കും നയിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ അറിവുള്ള മൂഢൻ മാത്രമാകും. പഠനം പ്രവൃത്തിയിലേക്ക് നയിച്ചാൽ അതാണ് സമ്പത്തിന് വഴിയാകുന്നത്. പക്ഷെ ഓർക്കൂ, സമ്പത്ത് എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, അത് ജീവിതമൂല്യങ്ങൾ, ബന്ധങ്ങൾ, ആരോഗ്യം, സന്തോഷം ഇവയെല്ലാം ഉൾപ്പെടുന്നു. കാരണം ചിലർക്കുണ്ട് ധാരാളം പണം, പക്ഷേ അവർ വളരെ ദരിദ്രരാണ്. അവർക്ക് സന്തോഷമില്ല. സ്റ്റെപ്പ് 3, സിസ്റ്റത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. ജീവിതം മുഴുവൻ നമുക്ക് ആവശ്യമുള്ള ഒരു ചെറിയ മുന്നറിയിപ്പാണിത്. സിസ്റ്റത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കൂ, അതനുസരിച്ച് പ്രവർത്തിക്കൂ. പക്ഷെ ചിലർ ഒരല്പം പഠിച്ചാൽ ഉടൻ തന്നെ ചില കുറുക്കു വഴികൾ അന്വേഷിക്കും. വെട്ടിമുറിച്ച് ചുരുക്കാൻ ശ്രമിക്കും. ചെലവ് കുറയ്ക്കാനുള്ള പുതിയ മാർഗങ്ങൾ അന്വേഷിക്കും. പക്ഷെ സത്യത്തിൽ അതെല്ലാം നമുക്കൊരു ചെലവ് കുറഞ്ഞ ജീവിതം മാത്രമേ നൽകൂ, അതായത് മൂല്യമില്ലാത്ത ജീവിതം. അതിനാൽ കാര്യങ്ങൾ എങ്ങനെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കൂ. അത് അതേ രീതിയിൽ ചെയ്യൂ. പ്രയാസകരമായി തോന്നിയാലും ശരിയായ വഴിയിലൂടെ പോയാൽ അതാണ് ദീർഘകാലത്തിൽ വിജയത്തിലേക്കുള്ള പാത.